സംസ്ഥാന സർക്കാരിന്റെ ചരിത്ര പ്രഖ്യാപനത്തെ വലിയ രീതിയിൽ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി തന്നെയാണ് പ്രതിപക്ഷം രംഗത്ത് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തലേ ദിവസമുള്ള ഒരു രാഷ്ട്രീയ പ്രൊപ്പഗണ്ടയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗമാകട്ടെ നുണകളുടെ കൂമ്പാരമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഈ സഭാ സമ്മേളനം ബഹിഷ്കരിച്ച് പുറത്തെത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ലക്ഷങ്ങൾ ചിലവാക്കിയാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ മാധ്യമങ്ങളിലും കോടികൾ മുടക്കി ഇക്കാര്യം കൃത്യമായി തന്നെ ഇന്ന് വാർത്തയായി നൽകിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ആ പ്രസംഗം ഈ സഭാ അംഗങ്ങളെ നിയമസഭയിലേക്ക് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി നടത്തുന്നത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും അതേ സ്വരത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതായത് പല തരത്തിലുള്ള ഫണ്ടുകൾ കേന്ദ്രത്തിൽ നിന്നടക്കം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ സാധാരണക്കാർക്ക് ലഭിക്കേണ്ടുന്ന പദ്ധതി തുക പോലും ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഒരു തരത്തിലും ലക്ഷ്യബോധമില്ലാത്തൊരു ഇടപെടലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് രൂക്ഷ വിമർശനമായി പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിനിടെ മുഖ്യമന്ത്രി അതിദാരിദ്ര്യ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും വൈകുന്നേരം 3 മണി മുതൽ ഈ ഔദ്യോഗികമായി ഇന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും സംസ്ഥാനത്ത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് LDF. ഇന്നലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ നഗരമധ്യത്തിലും അതുപോലെ തന്നെ എല്ലാ പാർട്ടി ബ്രാഞ്ച് തലങ്ങളിലടക്കം പായസ വിതരണവും വലിയ ഘോഷയാത്ര അടക്കം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് തിരുവനന്തപുരത്തിന് പുറത്തുള്ള മറ്റു ജില്ലകളിൽ ഇന്ന് വൈകുന്നേരം അതേ രീതിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനത്തെ സംസ്ഥാനത്ത് ഇടതുപക്ഷം ഏറ്റെടുക്കുന്നത്.